ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി വേദി പങ്കിട്ടതിലെ വിശദീകരണത്തിൽ മലക്കം മറിഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയെ ഒഴിവാക്കി നിർത്തുന്നത് ശരിയല്ല എന്നായിരുന്നു മന്ത്രിയുടെ ആദ്യ പ്രതികരണം. എന്നാൽ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട വേദിയിൽ നിന്ന് ആരോപണ വിധേയർ വിട്ടുനിൽക്കണമെന്ന് പിന്നീട് മന്ത്രി പ്രസ്താവന തിരുത്തുകയായിരുന്നു. വിഷയത്തിൽ മന്ത്രി നടത്തിയ ആദ്യ പ്രതികരണത്തിലേക്ക് ആദ്യം. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ അദ്ദേഹത്തിന് MLA എന്നുള്ള നിലയിൽ അയാളെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല, അയാളെ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പ്രത്യേക CPM-ൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോധമുള്ള ഒരു വ്യക്തിയെ നമ്മളെങ്ങനെയാണ് മാറ്റി നിർത്തുന്നത്? അത് ഞങ്ങളുടെ സംസ്കാരമല്ല. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു വി ശിവൻകുട്ടിയുടെ ആദ്യ പ്രതികരണം. ഇടതു യുവജന സംഘടനകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അതുവഴി കോൺഗ്രസിനെതിരെയും അതിശക്തമായ പ്രതിഷേധം തുടരുന്ന ഘട്ടത്തിലാണ് മന്ത്രി ഇങ്ങനെയൊരു പരാമർശം നടത്തിയത്, വെട്ടിലായത്. ഇപ്പോൾ ആ പരാമർശം തിരുത്തിയിരിക്കുന്നത് എന്താണ് പുതുതായി അദ്ദേഹം വിശദീകരിക്കുന്നത്? ഉമേഷ് ബാലകൃഷ്ണൻ. രഞ്ജിത്ത്, ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതികരണമായി വി ശിവൻകുട്ടി നടത്തിയത്. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ്, അദ്ദേഹത്തെ ഒരു പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. അത് സ്വാഭാവികമായി നൽകുന്ന പ്രതികരണമാണ്. പക്ഷേ അതിനുശേഷം പറഞ്ഞത് രാഹുൽ ശിക്ഷിക്കപ്പെടുകയോ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല, ബോധപൂർവ്വം ഒരാളെ ചവിട്ടി താഴ്ത്തുന്ന കാര്യമില്ല, കുറ്റക്കാരനാണെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എടുക്കും എന്നുള്ളതായിരുന്നു. ഈ അദ്ദേഹത്തിന്റെ ഈ പരാമർശം വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. അതിനെ തുടർന്നാണ് അല്പം മുൻപ് വാർത്താക്കുറിപ്പിൽ ഈ സമീപനം മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഉയർന്നു വന്ന വിഷയങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഗൗരവത്തോടെയാണ് കാണുന്നത്. മാങ്കൂട്ടത്തിനെതിരായ ആരോപണത്തിൽ നിലവിൽ അന്വേഷണത്തിലാണ്. കുട്ടികൾക്ക് മാതൃകയാകേണ്ട ഒരു വേദിയിൽ ആരോപണ വിധേയർ സ്വയം വിട്ടുനിൽക്കണം, സ്വമേധയാ വിട്ടുനിൽക്കേണ്ട സാഹചര്യമാണുള്ളത്. അല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിയെ മാറ്റി നിർത്തുക പ്രായോഗികമല്ല. പക്ഷേ ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശം നൽകും എന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. പക്ഷേ എന്ത് നിർദ്ദേശം നൽകും എന്നുള്ള കാര്യം ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ജനപ്രതിനിധിയെ നിയമപരമായ വേദിയിൽ നിന്ന് മാറ്റം നിർത്താൻ കഴിയില്ല എന്നുള്ള നിലപാട് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പാലിക്കേണ്ട ചില ധാർമ്മികമായ ഉത്തരവാദിത്വവും ഉണ്ട്. അത് മാന്യമായി അദ്ദേഹം പാലിക്കേണ്ടതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്തായാലും സംഭവം ഇനി ഇത്തരത്തിൽ സാഹചര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശം നൽകുമെന്ന് പറയുന്നു. എന്തായാലും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ വേദിയിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗത്ത് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശം നൽകുമെന്നും പറയുന്നു. എന്തായാലും വിഷയത്തിൽ വിമർശനങ്ങൾ മന്ത്രി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരമൊരു പ്രസ്താവന, അത് തിരുത്തി പുതിയ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. രജിത്ത്. ഉമേഷ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദത്തിന് ശേഷം ആദ്യമായി മണ്ഡലത്തിലേക്ക് എത്തിയ ഘട്ടത്തിലൊക്കെ DYFI ഒക്കെ ഉയർത്തിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. നാടകീയ രംഗങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് ഉണ്ടായത്. അതിനിടയിലാണ് ഒരു മന്ത്രി തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദിയിൽ പങ്കെടുക്കുന്നു. പിന്നീട് വിശദീകരണമായി നൽകുന്നതാണെങ്കിൽ ശിക്ഷിക്കപ്പെടുകയോ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള വി ശിവൻകുട്ടിയുടെ വിശദീകരണം, അത് പാർട്ടിക്കകത്തും വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ടോ ഉമേഷ് ബാലകൃഷ്ണൻ? വളരെ ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയായിരുന്നു DYFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും. മുഖ്യമന്ത്രി അടക്കം നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. ഈ പ്രസ്താവനകളെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ പരോക്ഷമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത്. ഈ രണ്ടാം തവണയാണ്, അതായത് ഈ ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ടുള്ള സംഘാടക സമിതിയിൽ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടുത്തിയിരുന്നു. അതിനുശേഷം വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അതായത് സമാനമായി ഉദ്ഘാടന വേദിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന നിമിഷം എത്തുന്ന സാഹചര്യമുണ്ടായി. അത് BJP അംഗങ്ങൾ കൃത്യമായി അത് രാഷ്ട്രീയമായി മുതലാക്കുകയും ചെയ്തു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന പരിപാടിയിൽ തങ്ങളില്ല എന്ന രീതിയിൽ നഗരസഭ ചെയർപേഴ്സൺ ഇറങ്ങിപ്പോകുന്നു. ഒപ്പം BJP അംഗം കഴിഞ്ഞ ഒരു പരിപാടിയിൽ നിന്ന് ഇന്നത്തെ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രീതിയിൽ BJP അംഗങ്ങൾ കൃത്യമായി രാഷ്ട്രീയമായി മുതലെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ ഇത് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന നിലയിലുണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ വിശദമായി ഈ വിഷയം വിമർശന വിധേയമായി വന്നിട്ടുണ്ടാകണം. ആ സാഹചര്യത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി തിരുത്തിക്കൊണ്ട് നിലപാട് മാറ്റിക്കൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കാനുള്ള സാഹചര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.